കണ്ണൂരിലേക്കാണ് പോകുന്നത്. അവിടെ നഗരത്തിൽ ഒരു മരത്തിനു മുകളിൽ കയറിയ പെരുമ്പാമ്പിനെ വനം വകുപ്പ് പിടികൂടി എന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. അത് സഞ്ചിയിലാക്കിയിട്ടുണ്ട്, അതിനെ താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ്. സജോ ദേവസ്യ വിവരങ്ങൾ നൽകും. സജോ, കുറേയേറെ മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിനെ പിടികൂടാൻ ശ്രമിക്കുകയായിരുന്നു. വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. ഇപ്പോഴത് അതിനെ പിടികൂടി താഴെ എത്തിച്ചു അല്ലേ? വിജയകുമാർ, ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ മണിക്കൂറുകൾ നീണ്ട ശ്രമകരമായ ദൗത്യത്തിനൊടുവിൽ കണ്ണൂർ നഗരത്തിലെ കണ്ണൂർ നഗരത്തിലെ കക്കാട് പുഴാതി ഹൗസിംഗ് കോളനിക്ക് സമീപം മരത്തിന് മുകളിൽ കയറി പെരുമ്പാമ്പിനെ സുരക്ഷിതമായി പിടികൂടി താഴെ ഇറക്കിയിരിക്കുകയാണ്. 2 റെസ്ക്യൂവർമാരാണ് ഏറെ നേരമായി ഈ മരത്തിന് മുകളിൽ പണിപ്പെട്ടത്. അപകട സാധ്യത അടക്കമുണ്ടായിരുന്നു. മരത്തിന് മുകളിലെ ചില്ലകളിലൊക്കെ നിന്നാണ് ഏറെ നേരം പണിപ്പെട്ടാണ് ഈ കൂറ്റൻ പെരുമ്പാമ്പിനെ അവർ ഇപ്പോൾ പിടികൂടി സഞ്ചിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞത്. ഇനി ഇവിടെ നിന്ന് സുരക്ഷിതമായി മറ്റെവിടെയെങ്കിലും തുറന്നു വിടുക എന്നതാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യമുണ്ട്. പ്രത്യേക റെസ്ക്യൂ ടീമിനെയും ഈ സ്ഥലത്തേക്ക് എത്തിച്ചു. ഏതാണ്ട് 3 ദിവസത്തിലധികമായി 4ാമത്തെ ദിവസമാണ് ഈ പാമ്പിൻ്റെ സാന്നിധ്യം ഇവിടെ ഉള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 3 ദിവസത്തോളമായി ഒരു വലിയ മാവാണ് ഈ മാവിൻ്റെ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇര വിഴുങ്ങിയതിന് ശേഷം മുകളിലേക്ക് കയറി പിന്നീട് ആ മരത്തിന് മുകളിൽ കുട്ടിയിലായിരുന്നു. പക്ഷേ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് സ്വയമേവ ഇറങ്ങി പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ഹൗസിംഗ് കോളനിയാണ്, ചുറ്റുവട്ടത്തും ധാരാളം വീടുകൾ. ആളുകളുടെ ഒരു ആശങ്ക പരിഗണിച്ചാണ് ഇവിടെ നിന്ന് സുരക്ഷിതമായി പിടികൂടി മാറ്റാം എന്നൊരു തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റെസ്ക്യൂ സംഘത്തെ വനം വകുപ്പ് നിയോഗിച്ചത്. അവരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമം ഒടുവിൽ ഫലം കണ്ടിരിക്കുന്നു. വളരെ സുരക്ഷിതമായി തന്നെ പാമ്പിനെ താഴേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഏറെ നേരം പണിപ്പെട്ടു ഉദ്യോഗസ്ഥർ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏറെ നേരം ഈ ദൗത്യം നീണ്ടു നിന്നു. കാരണം ഈ മരത്തിന് മുകളിലാണ്, ചില്ലകൾക്ക് മുകളിലാണ്, നല്ല ഉയരമുണ്ട് മാവിന്. അപകടകരമായ സാഹചര്യം ഉണ്ടായിരുന്നു. റെസ്ക്യൂ പ്രവർത്തനം എന്നത് അല്പം അപകടം പിടിച്ചതായിരുന്നു. ഒടുവിൽ അവർ സുരക്ഷിതമായി തന്നെ പെരുമ്പാമ്പിനെ പിടികൂടി അവർ താഴെ എത്തിച്ചിരിക്കുന്നു. ഏറെ നേരം പണിപ്പെട്ടു, ഏറെ നേരം അവർ അധ്വാനിച്ചു. അതിനുശേഷമാണ് ഈ കൂറ്റൻ പെരുമ്പാമ്പിനെ ഇവിടെ നിന്ന് സുരക്ഷിതമായി തന്നെ പിടികൂടാൻ കഴിഞ്ഞത്. സുരക്ഷിതമായി ഇവിടെ നിന്ന് നീക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. അത്തരം സാഹചര്യങ്ങളൊക്കെ തന്നെ എടുത്ത് പറയേണ്ട കാര്യമാണ്. ഏതായാലും ഇതിന് ഈ നഗരത്തെ അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകളെയും രക്ഷാപ്രവർത്തകരെയും ഒക്കെ ഏറെ നേരം മുൾമുനയിൽ നിർത്തിയതിന് ശേഷം സുരക്ഷിതമായി തന്നെ പിടികൂടാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമാണ്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ, അതായത് ഈ മാവ് നിൽക്കുന്നത് ധാരാളം കുട്ടികളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വഴിയോട് ചേർന്നാണ്, ഒരു പ്രധാന പാതയോട് ചേർന്നാണ്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ആളുകളുടെ ആശങ്ക. ചെറിയ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്നു. അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലും അത് അവരുടെ ഒരു ആശങ്കയാണ്. ആ ആശങ്ക പരിഗണിച്ചാണ് വളരെ വേഗത്തിൽ തന്നെ പിടികൂടുക എന്നൊരു തീരുമാനത്തിലേക്ക് പോയത്. അതിനുശേഷം ഏറെ നേരം പണിപ്പെട്ടു. സാധാരണഗതിയിൽ പാമ്പുകളെയൊക്കെ പിടികൂടുന്നത് വീടുകൾക്കകത്തുനിന്നോ അല്ലെങ്കിൽ സാധാരണ പ്രതലത്തിൽ നിന്നോ ഒക്കെയാണ്. അപ്പോൾ സുരക്ഷിതമായി നിൽക്കാൻ കഴിയുമായിരുന്നു. അത് പക്ഷേ അല്ലെങ്കിൽ റെസ്ക്യൂവർമാർക്ക് അത് കഴിഞ്ഞിരുന്നില്ല. മരത്തിന് മുകളിൽ കയറണം, ധാരാളം വള്ളിപ്പടർപ്പുകളൊക്കെ ഉള്ളൊരു മേഖലയാണ്. ഒപ്പം ആ ഒരു സ്ഥലം ഒരു ഒഴിഞ്ഞ കാട് പിടിച്ചൊരു പറമ്പാണ്. വീടുകളോട് ചേർന്നൊരു പറമ്പിലാണ് ഈ കൂറ്റൻ മാവ് ഉള്ളത്. ഒപ്പം അതൊരു റോഡിന് അരികിനോട് ചേർന്നുമാണ്. അതായിരുന്നു ആളുകളുടെ ഒരു ആശങ്ക. അതുകൊണ്ടാണ് അവർ വനം വകുപ്പിനെ വിവരം അറിയിക്കുകയും ഇത്തരത്തിൽ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലേക്ക് പോകണം എന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തത്. അതോടൊടുവിൽ വനം വകുപ്പ് അംഗീകരിക്കുകയും റെസ്ക്യൂ ടീമിനെ ഇങ്ങോട്ടേക്ക് നിയോഗിക്കുകയുമായിരുന്നു. ജനവാസ മേഖലയിലായിരുന്നതുകൊണ്ട് നാട്ടുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാമ്പിനെ പിടികൂടാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. അതിനെ ഒരു സഞ്ചിയിലാക്കി താഴേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനെ എവിടേക്ക് കൊണ്ടുപോകണമെന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തീരുമാനിക്കും. സജോ ദേവസ്യാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.